കോർണക്കി ഫുട്ബോളിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റ്, ഈ വരുന്ന പുതിയ സീസണിന് വേണ്ടിയുള്ള ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെയധികം സീരിയസ് ആയിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. കാരണം ഒരു സീസൺ ടു ഫോർഗെറ്റ്, 2024-25 സീസൺ നടന്നതായിട്ടില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം വ്യക്തമായ ഒരു നേട്ടങ്ങളും ഇല്ലാതെയാണ് കടന്നു പോകുന്നത്. എടുത്തു പറയേണ്ട ഒരു കപ്പ് നേട്ടമായിട്ടുണ്ടെങ്കിൽ അത് ഈ സീസൺ തുടങ്ങാൻ മുമ്പ് അത്ലാന്റയെ 2-0 തോൽപ്പിച്ച ആ സൂപ്പർ കപ്പ് നേടിയത് മാത്രമാണ്. പക്ഷേ ആ ഒരു നേട്ടം ഈ സീസണിലെ നേട്ടമായിട്ട് ആഡ് ചെയ്യാനും സാധിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ 4 തവണ അവരുടെ ചിരവൈരാഗികളായ ബാർസലോണയുമായിട്ട് 4 തവണ ഏറ്റുമുട്ടി. പക്ഷെ 4 തവണയും തോൽക്കാനായിരുന്നു അവർക്ക് വിധി. അതുപോലെ തന്നെ ചാമ്പ്യൻ ലീഗ് നോക്കുകയാണെങ്കിൽ 2009 ശേഷം ലിവർപൂളുമായിട്ട് ആദ്യമായിട്ട് ഒരു മത്സരത്തെ അവർ തോൽക്കുന്നു. അന്ന് 2-0 എൻഫീൽഡിൽ അവർ തോൽക്കുന്നത്. അതുപോലെ തന്നെ ചാമ്പ്യൻ ലീഗിൽ ഫ്രഞ്ച് സൈഡിൽ ലില്ലിയുമായി 1-0 തോൽക്കുന്നു. അതുപോലെ തന്നെ AC മിലാനുമായിട്ട് 3-1 തോൽക്കുന്നത്. AC മിലാൻ ആണെങ്കിൽ അടുത്ത സീസണിലെ ചാമ്പ്യൻ ലീഗിന്റെ അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരു യോഗ്യത പോലും നേടാത്ത ഒരു ടീമാണ് AC മിലാൻ. അവരുമായി 3-1 തോൽക്കുന്നു. അതുപോലെ തന്നെ ഗോട്ട് ആന്റണിയുടെ റയൽ ബെറ്റിസുമായി 2-1 തോൽക്കുന്നു. അങ്ങനെ ഒരു പരാജയം നുടഞ്ഞ ഒരു സീസണാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. വ്യക്തമായൊരു നേട്ടം പോലും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത്. എവിടെയാണ് ഈ സീസണിൽ അവർക്ക് പരാജയപ്പെട്ടത്? കുറെ കാരണങ്ങളുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷെ പറയാമെങ്കിൽ അവർക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട്. കാരണം അവരുടെ മെയിൻ പ്ലേയേഴ്സൊക്കെ പരിക്കിന്റെ പിടിയാണ്. ഹോൾ സീസൺ തന്നെ പരിക്കിന്റെ പിടിയിലായവരുണ്ട്. കർവാജാലും അതുപോലെ തന്നെ മിലിറ്റാവൊക്കെ ഈ ഒരു ഫുൾ സീസൺ പരിക്കിന്റെ പിടിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫെർലാൻ മെൻഡി, വാസ്കസ്, ഡേവിഡ് അലാബൊക്കെ വൈറ്റൽ മാച്ചുകളിലാണ് പരിക്കിന്റെ പിടിയിൽപ്പെട്ടത്. അതുപോലെ തന്നെ അവരെ മിഡ്ഫീൽഡിനൊക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഡിഫൻസ് കളിപ്പിക്കേണ്ടി വന്നു. വാൽവേർഡെ റൈറ്റ് ബാക്കായിട്ട് കളിച്ചു, ചുമേനി CB ആയിട്ട് കളിച്ചു, കമവിക ലെഫ്റ്റ് ബാക്കായിട്ടൊക്കെ കളിച്ചു. അങ്ങനെ അവരുടെ നാച്ചുറൽ പൊസിഷനൊക്കെ മാറി കളിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഒരു പങ്ക് എന്തായാലും ആഞ്ചലോട്ടിക്ക് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. അതിന്റെ തനതായ കളിശൈലി തന്നെ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. കാരണം പറയാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫൈനൽ തേർഡ് എക്സ്പ്ലോർ ചെയ്യുന്ന അറ്റാക്കിംഗ് മൂഡിലുള്ള ഒരു ശൈലിയാണ്. പക്ഷേ ഈ ഒരു പരിക്കിന്റെ പിടിയിൽ പറ്റി ഇത്ര പരിക്കുകൾ പറ്റിയിട്ട് പോലും അദ്ദേഹത്തിന് ഒന്ന് ചേഞ്ചസ് വരുത്താൻ അദ്ദേഹം കൊണ്ട് സാധിച്ചില്ല. കാരണം ചില സമയങ്ങളിൽ 2 ഗോളിന്റെ ലീഡൊക്കെ എടുത്തിട്ട് പോലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലീഡൊക്കെ എടുത്തിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർ ഈ ഒരു ഹോൾ സീസൺ നോക്കിയാൽ സാധിച്ചില്ല. അതുപോലെ തന്നെ ഒപ്പോണന്റിന്റെ ബിൽഡപ്പുകളെ തടയാൻ സാധിച്ചിട്ടില്ല. മിഡ്ഫീൽഡും ഒരു CBയും ഒരു ഡിഫൻഡ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ ഇല്ലാതായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സമയത്തും ആധികാരികമായി എന്തായാലും ഒരു ടീമിന് വിജയിക്കാൻ സാധിക്കില്ല. ചില സമയത്ത് അഗ്ലിയായിട്ടൊക്കെ വിജയിക്കാം. പക്ഷെ ആ ഒരു ഇത് റയൽ മാഡ്രിഡ് നോക്കിയില്ല. കാരണം എല്ലാ സമയത്തും ആധികാരികമായിട്ട് വിജയിക്കാൻ നോക്കിയതാണ് ഈ സീസണിൽ പറ്റിയ തെറ്റ്. അതുപോലെ തന്നെ എതിരാളികളൊക്കെ കുറച്ച് ചില സമയങ്ങളിൽ നിസ്സാരവൽക്കരിച്ച് കണ്ടു. അതൊക്കെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷെ എങ്കിലും അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റിക്കൊണ്ട് ഇതിപ്പോൾ അടുത്ത സീസണിന് വേണ്ടി ഇപ്പോഴേ തന്നെ റയൽ മാഡ്രിഡ് പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യമേ തന്നെ അവരുടെ കോച്ച് ആഞ്ചലോട്ടിയെ മാറ്റി അവരുടെ ഫോർമർ പ്ലെയറും കൂടെ ആയ സാബി അലോൻസോനെ പുതിയ കോച്ചായിട്ട് നിയമിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വരുന്ന അടുത്ത ആഴ്ച അതിന്റെ ഇത് വരും. അതിന്റെ അടുത്ത ആഴ്ച എന്തായാലും സാബി അലോൻസോ ഒരു ഹെഡ് കോച്ചായി വരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സാബി അലോൻസോ പറയുകയാണെങ്കിൽ അവരുടെ ഫോർമർ പ്ലെയർ ആണ്. യൂറോപ്പിൽ തന്നെ ഈ സീസണിൽ തന്നെ ഈ 2-3 സീസൺ നോക്കിയാൽ യൂറോപ്പിൽ തന്നെ ഒരു ബെസ്റ്റ് കോച്ചുകൾ ഒന്നാണ്. അതുപോലെ തന്നെ ടോപ്പ് കോച്ചുകളുടെ ഇടയിൽ പരിശീലനം ലഭിച്ച ഒരു താരം കൂടെയാണ്. കാരണം പെപ്പിന്റെ കീഴിലും ആഞ്ചലോട്ടിയുടെ കീഴിലും അതുപോലെ തന്നെ മോറിനിയുടെ കീഴിലും അതുപോലെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ലിവർപൂളിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ലീഗുകളിൽ പരിചയസമ്പന്നുള്ള ഒരു താരം കൂടിയാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ ഒരു DNA അറിഞ്ഞ ഒരു താരം കൂടിയാകുമ്പോൾ അത് 100% റയൽ മാഡ്രിഡിന് ഒരു വിജയം കൈവരിക്കുന്ന ഒരു കോച്ച് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. അതുപോലെ നോക്കുകയാണെങ്കിൽ ബയർ ലെവർകൂസന് വേണ്ടി 2 സീസൺ കളിച്ചു. ഒരു എവേ മത്സരത്തിൽ ബയർ ലെവർകൂസന് എവേ മത്സരത്തിൽ ഒരു കളി പോലും തോറ്റിട്ടില്ല. ആദ്യ സീസണിൽ തന്നെ അവരെ അപരാജിതമായാണ് ആ ഒരു ബുണ്ടൻസ് ലീഗ വർഷങ്ങൾക്ക് ശേഷം ബയർ ലെവർകൂസന് ഒരു ബുണ്ടൻസ് ലീഗ സാബി നേടിക്കൊടുക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ കോച്ച് തന്നെയാണ് റയൽ മാഡ്രിഡിന് വേണ്ടി സാബി എന്ന് പറയുന്നത്. അതുപോലെ വ്യത്യസ്തമായ കളിശൈലിയാണ് അദ്ദേഹം കോച്ചിങ് കരിയർ നോക്കിയാണ്. കാരണം 3-4-3 എന്ന ഫോർമേഷനും അതുപോലെ തന്നെ 3-5-2 എന്നൊക്കെയുള്ള ഫോർമേഷനാണ് അദ്ദേഹം കളിക്കുന്നത്. 3 ഡിഫൻഡറെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു കളിശൈലി എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം റയൽ മാഡ്രിഡ് വിജയിക്കുമെന്ന് ഇനിയിപ്പോൾ വരുന്ന ഇതിലൊക്കെ കാണാൻ സാധിക്കും. കാരണം എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ സാബി ആയിരിക്കും റയൽ മാഡ്രിഡിന്റെ ഹെഡ് കോച്ചായിട്ട് കാണുക. അപ്പം ആ ഒരു കളിയിൽ നിന്ന് അവർ എന്തായിരിക്കും ഫോർമേഷൻ എന്ന് നമുക്ക് ആ സമയത്ത് കാണാം. ഓക്കെ, എങ്കിലും നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് അവർക്ക് അടുത്ത സീസണിന് വേണ്ടിയുള്ള പ്ലേയേഴ്സിന് ഇപ്പോഴേ തന്നെ സ്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യമേ തന്നെ AFC ബോർൺമൗത്തിൽ നിന്ന് അവർ ഒരു CBനെ സൈൻ ചെയ്തിട്ടുണ്ട്. 50 മില്യൺ യൂറോസിന് സ്പെയിൻ ഇന്റർനാഷണൽ ഡീൻ ഹോഴ്സിനാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ഒരു
ഒരു യങ് സെൻസേഷനാണ്, ഒരു സൂപ്പർ പ്ലെയറാണ് ഡീൻ ഹെൻഡർസൺ. കാരണം അദ്ദേഹം ഇറ്റലിയിൽ ജുവന്റസിന് വേണ്ടി കളിച്ചു. പറയാമെങ്കിൽ അതേ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇറ്റലിയിൽ പോയത് എൻ്റെ ഒരു ഡിഫൻഡ് ആയിട്ടുള്ള ഒരു ഇത് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പം സ്പെയിനിൽ വെച്ച് എനിക്ക് ബാൾ കൺട്രോളിങ് പഠിക്കാൻ പറ്റി, ഇംഗ്ലണ്ടിൽ വെച്ച് എനിക്ക് ഒരു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ എന്തെന്ന് അറിയാൻ പറ്റി, ഒരു 1-on-1 സിറ്റുവേഷനിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റി എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പറയാമെങ്കിൽ ഒരു സൂപ്പർ യങ് സെൻസേഷൻ തന്നെയാണ് ഡീൻ ഹെൻഡർസൺ. കാരണം കഴിഞ്ഞ കളി നോക്കിയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള മാച്ച്, അവസാനം FC ബോൺമത്ത് മാൻ സിറ്റി ആയിട്ടുള്ള മാച്ചാണ് കണ്ടത്. ഹാലൻഡിനെ വരിഞ്ഞു മുറുക്കിയിരുന്നത് ഹോയ്സൺ. കാരണം ഹാലൻഡ് 2-3 തവണ മാത്രമേ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഷോട്ടൊക്കെ എടുക്കാൻ സാധിച്ചുള്ളൂ. അതുവരേക്കും ഹാലൻഡിനെ 1-1 മാർക്ക് ചെയ്ത് വച്ചിരുന്നു. അതുപോലെ തന്നെ നോക്കിയാണെങ്കിൽ FC ബോൺമത്തിന്റെ ഒട്ടുമിക്ക ബിൽഡപ്പുകളിലും ആദ്യത്തെ പങ്ക് വരുന്നത് ഹോയ്സന്റെ പങ്കാണ്. അതാണ് റയൽമാഡ്രിഡ് ആഗ്രഹിക്കുന്നത്, ഒരു ബാക്കിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് അവർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാസിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, വിഷൻ, അത് ഒരു കളീനെ റീഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഡി ഹോയ്സനുണ്ട്. അതുപോലെ തന്നെ പാസിങ്, ലോങ് ബാളായിരുന്നാലും ഒരു ബിൽഡപ്പിലേക്ക് പറ്റിയ ഒരാളാണ് ഡി ഹോയ്സൺ. അപ്പം ഒരു ജെമ്മിനെ തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോഴും തന്നെ സൈൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരാൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ സീസൺ അവസാനം എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ അദ്ദേഹം കാണും. കരേറ, ബെൻഫിക്കയുടെ ലെഫ്റ്റ് ബാക്കുള്ള കരേറ, അതും 21 വയസ്സേ ആയുള്ളൂ. ഒരു പറയാമെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഒരു യൂത്ത് കരിയർ കളിച്ച ഒരു താരം കൂടെയാണ്. ഇപ്പോഴും ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ലാമിൻ യമാലിനെ ബെൻഫിക്കയും ബാർസലോണയുമായിട്ട് മത്സരത്തിൽ ലാമിൻ യമാലിനെ പൂട്ടി നിർത്തിയൊരു താരമാണ്. അതുകൊണ്ടായിരിക്കാം റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് നോട്ടമിട്ടത്. ഏകദേശം ഒരു 50 മില്യൺ യൂറോസിനൊക്കെയാണ് വരുന്നത്. 35-40 മില്യൺ യൂറോസിനൊക്കെ ആയിരിക്കും പെരസ്മാമൻ സൈൻ ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും ഈ സീസണിന്റെ അവസാനത്തോടെ ബെൻഫിക്കയിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം വരും. അദ്ദേഹം ഇതേപോലെ ഒരു പാസിങ്, ഒരു ഡ്രിബിളിങ്ങും അതുപോലെ തന്നെ ക്രോസിങ്ങിനൊക്കെ പറ്റിയൊരു താരമാണ്. ഡിഫൻഡിലേക്ക് സൂപ്പറാണ്, ഏരിയൽ വിന്നിനും അതുപോലെ തന്നെ സെറ്റ് പീസിനൊക്കെ പറ്റിയൊരു താരമാണ്. പക്ഷെ പാസിങ്ങിൽ അത്ര ഇതില്ല, 100% ഇല്ല. പക്ഷെ ഡിഫൻഡൊക്കെ ചെയ്യാൻ ആള് മിടുക്കനാണ്. ഒരു ഫുൾ ഷട്ട് ഡൗൺ ഡിഫൻഡർ അല്ല എങ്കിൽ പോലും 1-1 സിറ്റുവേഷനിലൊക്കെ ആള് ഓക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു താരം, അത് ജർമ്മനി ക്ലബായ സ്റ്റുഗേർട്ടിൽ നിന്ന് ആഞ്ചലിനോ സ്റ്റില്ലറാണ് റയൽ മാഡ്രിഡ് നോട്ടം വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ഒഫീഷ്യലായിട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, ഇങ്ങനെ റൂമർ മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് ടോണി ക്രൂസ് എന്നാണ് പറയുന്നത്. പറയുമ്പോൾ അതും ഒരു സൂപ്പർ ജെമ്മാണ്. കാരണം ഡിഫെൻസീവായിട്ട് പ്രോപ്പർ സ്റ്റാർട്ടർ ആയിട്ട് പറ്റിയ താരം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു റൂമർ മാത്രമാണ്. നോക്കിയപ്പം അതിന്റെ പാസിംഗ് ഒക്കെ സൂപ്പറാണ്. അപ്പം ടോണി ക്രൂസ് ആണ് അദ്ദേഹത്തിന്റെ പേര് റയൽ മാഡ്രിഡിന് വേണ്ടി നിർദ്ദേശിച്ചത്. അപ്പൊ അതും ഒരു റൂമറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റേ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് ലിവർപൂളിന്റെ ലെജൻഡായ ട്രെന്റിനെ അവർ സൈൻ ചെയ്തിട്ട് റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത്, ഒഫീഷ്യൽ ആയിട്ടില്ല. എന്തായാലും അതും അടുത്ത ആഴ്ച എന്തായാലും അത് ഒഫീഷ്യൽ ആവും. ലിവർപൂളിന് വേണ്ടി 7 വർഷമോളം ലിവർപൂളിന് കളിച്ചു. കാരണം ലിവർപൂളിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താരമായിരുന്നു. ഡിഫെൻസീവായിട്ട് ആൾ നോക്കുകയാണെങ്കിൽ 50-50 പൂറാണ്. പക്ഷെ ഒഫൻസീവായിട്ടാണ് ആൾ കിടക്കുക. കാരണം സെറ്റ് പീസിനൊക്കെ ഒരു വിഷൻ, ഇതുപോലെ തന്നെ ഒരു ബിൽഡപ്പിനുള്ള വിഷൻ അലക്സാണ്ടറിന് ഒരു രക്ഷയില്ലാത്ത വിഷയമാണ്. കാരണം ലിവർപൂളിന്റെ ആ ഒരു കരിയർ എടുത്ത് നോക്കിയാൽ തന്നെ ലിവർപൂളിന്റെ കരിയറിൽ ഒരു ഡിഫൻഡർ, പ്രീമിയർ ലീഗ് തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന ഒരു ഡിഫൻഡറായിട്ട് ഉള്ള താരമാണ് അലക്സാണ്ടർ അർണോൾഡ്. പാസിങ്ങിനും അതുപോലെ തന്നെ സെറ്റ് പീസിനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ താരമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സാബി അലോൻസോ മിഡ്ഫീൽഡറായിട്ടായിരിക്കാം ട്രെൻഡിനെ കളിപ്പിക്കുക. അപ്പൊ ഇനി അതും വരുന്ന ഒരു മാച്ചിൽ കാണാൻ സാധിക്കും. ട്രെൻഡ് എന്തായാലും ക്ലബ് വേൾഡ് കപ്പ് റയൽ മാഡ്രിഡിന് വേണ്ടി എനിക്കും ജേഴ്സി അണിയിക്കാം, അതും കൺഫേം ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും അതും അറിയാൻ പറ്റും. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 2-3 ബിഗ് നൈംസുകൾ റയൽ മാഡ്രിഡിന്റെ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട്. വെറും റൂമർ മാത്രമാണ്, അത് എത്രത്തോളം പ്രാധാന്യമാവുമെന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഒന്ന്, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസിനെ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡ് കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് പെരസ് മാമനുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബിന്റെ ലെഫ്റ്റ് വിംഗർ ആയിട്ടുള്ള നിക്കോ വില്യംസിനെ പറയാമെങ്കിൽ ബാർസലോണ കഴിഞ്ഞ സീസൺ മുതലേ നോട്ടമിട്ട ഒരു താരമാണ്. 60-65 മില്യൺ യൂറോസിനൊക്കെയാണ് അദ്ദേഹം നിലവിലുള്ളത്. പക്ഷെ അത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പാക്കേജ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ബാർസലോണയെ കൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്. അപ്പം ഇപ്പൊ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡും നിക്കോ വില്യംസിനെ ഒന്ന് സൈൻ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് ഈ വരുന്ന സീസണിലെ ട്രാൻസ്ഫർ വേണ്ടിയെ നോക്കിക്കാണുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും ആരൊക്കെ വരും, ആരൊക്കെ പോകും. എന്തായാലും റയൽ മാഡ്രിഡ് ഇപ്പം പറയാമെങ്കിൽ മോഡ്രിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരത്തിനാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. മോഡ്രിച്ച് ഈ സീസണോടെ റയൽ മാഡ്രിഡ് വിടുമെന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ പറയാമെങ്കിൽ ലൂക്കസ് വാസ്കസ് ഒക്കെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റോഡിഗ്രോ ആർസണലുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെൽസിയുമായിട്ടൊക്കെ ലിങ്ക് ആയിട്ടുണ്ട്.
അപ്പം കുറേ പ്ലേയേഴ്സ് വരാൻ സാധ്യതയുണ്ട്, കുറേ പ്ലേയേഴ്സ് റയൽ മാഡ്രിഡ് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിപ്പം വരുന്ന ദിവസം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെയും നമസ്കാരം.